വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വരക്കാതിരിക്കുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പിക്ചർ. ഇനി വരയ്ക്കാൻ അറിയുന്ന ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കണം എന്ന് തോന്നുമ്പോൾ ഇത് വരയ്ക്കാം. പിൻട്രസ്റ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ഐഡിയാസൊക്കെ കാണുമ്പോൾ വരച്ച് നോക്കാനും ഭയങ്കര ത്വരയാണ്. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ടൊന്നും ഇടാതെ തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്കം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഈ സെയിം പിക്ചർ ഞാൻ മുന്നേ ഒരു തവണ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്ത് വരയ്ക്കുമെന്ന് വിചാരിച്ച് പിൻട്രസ്റ്റ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പിക്ചർ പിന്നെയും കണ്ടപ്പോൾ ഐ തോട്ട് എന്നാൽ പിന്നെ ഇത് തന്നെ വരയ്ക്കാം. അന്ന് സൂര്യന് യെല്ലോ കളർ ആണെങ്കിൽ ഇന്ന് ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ റൗണ്ടിൽ സെൻറ്ററിൽ ഒരു സൂര്യനെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മഞ്ഞയാണ് ഇഷ്ടമെങ്കിൽ മഞ്ഞയിൽ വരച്ചു കൊടുക്കുക, ഇനി ഓറഞ്ചാണ് ഇഷ്ടമെങ്കിൽ ഓറഞ്ചിൽ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പേപ്പറിൻ്റെ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് 2 ലൈൻസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് കിളികളെയും വരച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അതുപോലെ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പേര് റാസി, ദിൽന, അഞ്ജന. എനിക്ക് ഈ ഇംഗ്ലീഷ് കാലിഗ്രഫിയൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എനിക്കിഷ്ടമായി. ഇതുപോലെ നിങ്ങൾ പേരെഴുതി കാണണമെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളെ പേര് താഴെ കമൻറ്റിലിടാം. അതിന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ പേര് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുപോലെ എഴുതുന്നതായിരിക്കും. എഴുതിയത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, ബട്ട് എനിവേയ്സ് ഐ ലവ് ഡൂയിങ് ദിസ്. അതുപോലെ തന്നെ നിങ്ങൾ പറ, നിങ്ങൾക്ക് എഴുതിയത് ഇഷ്ടമായോ എന്നുള്ളത്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോ.